അപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടി. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പിന്നെ പുറത്തേക്ക് സൗണ്ടൊന്നും വരുന്നില്ല, മൊത്തം ഒരു വിറയലെന്ന രീതിയിലായിരുന്നു. അപ്പം അച്ഛനും അമ്മനെയും ഞാൻ ഒച്ച ഉണ്ടാക്കാത്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഷെഡാണല്ലോ. അപ്പോൾ ആന ഇപ്പോൾ എന്താ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അമ്മ ഇപ്പോൾ ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ആണ്. ഇപ്പോൾ 2 കിഡ്നിയും പിന്നെ 2 കിഡ്നിയും ഫെയിലാണ്. എണീറ്റിട്ട് മനസ്സിലായ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അമ്മേനെ അച്ഛനെ രക്ഷിക്കാനുള്ളൊരു ഇത് ഞാനിപ്പോൾ എങ്ങനെയാ അത് ഞാൻ പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആന പുറത്ത് നിൽക്കുകയാണ്. ഒരു ദൈവത്തിൻ്റെ ഭയം കൊണ്ടായിരിക്കാം ആനേൻ്റെ ഒരു ആക്രമണത്തിൽ അച്ഛൻ രക്ഷപ്പെടാൻ പറ്റിയത്. അവൻ കളിച്ച കളിയാണിത്. എന്നെ ഉരുട്ടിക്കൊണ്ടുപോയത് ഇതിലെ കൂടിയാണ്. എന്തോ ചവിട്ടിയില്ല, ചവിട്ട് കിട്ടാഞ്ഞിട്ടാ. കൊമ്പില്ലാത്തതുകൊണ്ട് അല്ലേ? കൊമ്പില്ലാത്ത കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതിൽ കൂടി അങ്ങോട്ട് കയറി ഞാൻ ഈ സെൻട്രലിൽ കിടക്കുക. ഇതൊക്കെ പൊട്ടിച്ച് കളിച്ച അലമാരൊക്കെ പൊട്ടിച്ച് ഇതിമേ കയറി ചവിട്ടി ആനനെ ഞാനൊന്നിങ്ങനെ പിടിച്ച്. സുഖമില്ലാത്ത ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ അടുത്ത് കളഞ്ഞ് കണ്ടിട്ട് പുള്ളിക്കത്ത് അവിടെ തന്നെ ഇങ്ങനെ തൊഴുതിങ്ങനെ ഈശ്വരനെ പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നു. അനങ്ങാതെ ഒച്ച ഉണ്ടാക്കാൻ പറ്റൂല്ലോ. ഭയങ്കര ഒരവസ്ഥ അല്ലേ? ഓടിയിട്ടില്ല, എന്നെ ഉരുട്ടി തന്നെ കൊണ്ടുപോയി. എന്നെ ഉരുട്ടിക്കൊണ്ടുപോയതാണിത്. ഇന്നലെ രാത്രി ഇട്ട ഡ്രസ്സായിരിക്കും. ഞാൻ രാത്രി ഇട്ടതാണിത്. ചവിട്ട് കൊള്ളാത്തോണ്ട് രക്ഷപ്പെട്ടു. ചവിട്ട് കൊള്ളാത്തോണ്ട് സംസാരിക്കാനൊന്നും കിട്ടുന്നില്ല, പോകാനൊന്നും കഴിയുന്നില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ ഒന്നിതായി. ഞാനൊന്ന് കൂടി ജനങ്ങളൊക്കെ വിളിച്ചു. എന്നെ കിട്ടാൻ സാധിക്കുന്നില്ല. ഞാനിനി ആ തേയിലയിൽ ഇനി എങ്ങനെ എത്തിയൊന്നും എനിക്കറിയില്ല. ഉരുണ്ടങ്ങ് പോയി. അച്ഛൻ മരിച്ചെന്ന് മോനാബിൽ വിളിച്ച് പറയുന്നുണ്ട്. അച്ഛൻ നീ നോക്കണ്ടാന്ന്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുഗന്ധഗിരി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശം സന്ദർശിച്ചിരുന്നു. ഒരുപക്ഷെ ഈ ഒരു പ്രദേശം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ എപ്പിസോഡ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി അഥവാ ഇല്ലാത്തവർക്കായിട്ട് ഞാൻ ആ ഒരു സംഭവം പറയാം. അതായത് കഴിഞ്ഞ ആഴ്ച ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. അതായത് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നത്. കാട്ടാന ആക്രമണത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ഒരു ആദിവാസി സഹോദരനെ കാണാനായിട്ടാണ് നമ്മളിവിടെ വന്നത്. ആ ചേട്ടനെ, ആ ഒരു വൃദ്ധനോട് കാട്ടാന ചെയ്ത ഒരു കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തരിച്ചിരുന്ന് പോവും. അങ്ങനത്തെ ഒരു ചെയ്ത്തൊക്കെയാണ് അന്ന് കാട്ടാന ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വീട് തകർക്കുകയും അദ്ദേഹത്തെ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് മുറ്റത്തേക്ക് ഇട്ട് മാത്രമല്ല അദ്ദേഹത്തെ ഉരുട്ടി ഒരു 50 മീറ്ററോളം അദ്ദേഹത്തെ ഉരുട്ടി കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പം നിങ്ങൾക്ക് കാര്യം ആ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഒത്തിരി അധികം ആളുകൾ ഈ ഒരു എപ്പിസോഡ് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന രീതിയിൽ ഒരു വീഡിയോയും കൂടെ ചെയ്യാം എന്ന് കരുതിയത്. അന്ന് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരിയധികം ആളുകൾ അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമല്ല അദ്ദേഹത്തെ സഹായിക്കാനായിട്ടുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന് പ്രകാരം ആണ്. മാത്രമല്ല കുറേ ആളുകൾ കമൻറ്റിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ആ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ പിന്നീടാണ് ഞാൻ ഓർത്തത് ആ ഒരു അക്കൗണ്ട് നമ്പറും കൂടെ ഒന്ന് കളക്ട് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ ഏതായാലും വീണ്ടും ഒരു എപ്പിസോഡും കൂടെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വിശേഷം കാര്യങ്ങളൊക്കെ അറിയാനും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഏതായാലും ആ അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ കിട്ടുമ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാം. ഇന്നിപ്പോൾ വഴി കാണിച്ചു തരാൻ ആളൊന്നുമില്ല. നമ്മൾ അന്ന് ആ വീഡിയോ കണ്ടവർക്കറിയാം, ആ ചേട്ടൻ നമ്മുടെ കൂടെ വന്നിരുന്നു. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ. കഴിഞ്ഞ വീഡിയോ, അതായത് ഒരാഴ്ച മുന്നേ നമ്മൾ ചെയ്ത ആ ഒരു വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ മുകളിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക. എങ്കിലേ നിങ്ങൾക്ക് ഇത് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകത്തുപോലേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ വഴിയെ ഇങ്ങനെയാണ് ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. നമ്മളന്ന് വന്നപ്പോൾ വലിയ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ. ഈ ഒരു തേയിലത്തോട്ടമൊക്കെ നമ്മളന്ന് കണ്ടതാണ്. ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈത്തിരിയിൽ നിന്ന് തരുവണ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. അതിൻ്റെ മധ്യത്തിലുള്ള സുഗന്ധഗിരി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു റോഡാണ് കേട്ടോ. ഈ വണ്ടികളൊക്കെ വൈത്തിരി ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളാണ്. ആ ഒരു തേയിലത്തോട്ടത്തിൽ ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ കയറി വന്ന് ഇതിലെ ഇങ്ങനെ കയറി ഇങ്ങനെ പോവുകയായിരുന്നു. ഇവിടെയൊക്കെ അന്നത്തെ ചവിട്ടുപാടൊക്കെ ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ആന ചവിട്ടി പോയ പാടുകളാണ് കാണുന്നത്. അല്ലാണ്ട് ഇതിലെ അധികം ആളുകളൊന്നും വരാനില്ല. ഇവർ ഈ ഒരു
ആളുകൾ മാത്രമേ ഉള്ളൂ. ആ കാണുന്നതാണ് ചേട്ടൻ്റെ വീട്. അവിടുന്ന് ആന അദ്ദേഹത്തെ ഉരുട്ടി ഇവിടുന്ന് നേരെ ഈ ഒരു വഴിക്ക് ഇവിടെയൊക്കെ പുല്ലൊക്കെ മാറി കിടക്കുന്ന ഒരു രംഗം, മണ്ണ് മാറി കിടക്കുന്ന ഒരു ഇത് കാഴ്ചയൊക്കെ കാണാം. കണ്ടോ, ഇതിലിങ്ങനെ ഉരുട്ടി അങ്ങ് താഴെ വരെ കൊണ്ടുപോയി കേട്ടോ. അവിടെ താഴെ തേയിലത്തോട്ടമുണ്ട്, അവിടം വരെ കൊണ്ടുപോയി. മൂപ്പര മോനല്ലേ? അതെ അതെ. പേരെങ്ങനെയാണ്? എൻ്റെ പേര് മിഥുൻ എന്നാണ്. ഞാനിപ്പോൾ PSC പഠനം മുമ്പോട്ട് പോവുകയാണ്. ഓഹോ. ഇപ്പം അച്ഛനൊക്കെ ആശുപത്രി പോയതായിരിക്കും അല്ലേ? അച്ഛനൊക്കെ ആശുപത്രി പോയതാണ്. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? അച്ഛനെ ഓക്കെ ആയോ? ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ അച്ഛന് ഇപ്പോൾ നമ്മുടെ ബാക്ക് പെയിൻ ഉണ്ട് കുറച്ച്. അപ്പോൾ അതിപ്പോൾ കുഴപ്പമില്ല, മാറി വരുന്നെന്ന് പറയുന്നു. അമ്മ ഇപ്പോൾ ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ആണ്. ഇപ്പോൾ 2 കിഡ്നിയും 2 കിഡ്നിയും ഫെയിലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഇതുവരെ റെഡി ആയിട്ടില്ല. ഇപ്പോൾ റെഡി ആവും നമ്മളിങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുക. എങ്ങനെ ഡയാലിസിസ് എവിടെ പോയി ചെയ്യുന്നത്? ഇപ്പം മെഡിക്കൽ കോളേജ് പോയിട്ട് ചെയ്യുന്നത്. എവിടെ? നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. എല്ലാ ആഴ്ചയും? അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം പോകണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഇത്രയും ദൂരം പോകുന്ന വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഈ ചൂന്തേരിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് എല്ലാ ആഴ്ചയും പോകണം? എല്ലാ ആഴ്ചയും പോകണം. നമ്മുടെ ആഴ്ചയിൽ 3 വട്ടമാണ് ചെയ്യുന്നത്. ഇവിടെ വയനാട്ടിൽ എവിടെ ഇല്ല? അത് വയനാട്ടിലുണ്ടെങ്കിലും നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഫിസ്റ്റൽ ഇട്ടാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇവിടെ. നമ്മുടെ കയ്യിലിടുന്നത്. നമ്മുടെ കയ്യിലിടുന്നത് അത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും അങ്ങനെ ചെയ്യുക. കാരണം ഇപ്പൊ ചെസ്റ്റിൽ കത്തീറ്ററായിട്ട് ഇട്ടേക്കുന്നത്. ചെസ്റ്റിൽ അപ്പോൾ ചെസ്റ്റിൽ ഇവിടെ ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഇവിടെ പല സെന്ററുകളും ചെയ്യുന്നുണ്ടെങ്കിലും അവിടേക്ക് എന്താ പറയുക, വെയിറ്റ് ലിസ്റ്റിലാണ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വെയിറ്റ് ലിസ്റ്റാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടില്ല. അന്ന് ആ സംഭവം നടക്കുമ്പോൾ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു? സംഭവം നടക്കുമ്പോൾ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ കണ്ടില്ല. ഞാൻ അന്ന് അമ്മേനെ കൊണ്ട് മെഡിക്കൽ കോളേജ് പോയതായിരുന്നു അല്ലേ? അന്ന് രാത്രി എന്താണ് ആ സംഭവം ഒന്ന് വിവരിക്കാവോ? അതിപ്പോൾ പറയുവാണെങ്കിൽ തന്നെ പേടിയാണ് സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് ജീവൻ കിട്ടിയത് തന്നെ വലിയ കിട്ടലാണ് സത്യം പറഞ്ഞാൽ. ആന ആ ഒരു ആനയോടെ കയറി വരുമ്പോൾ തന്നെ ഞാൻ എണീച്ചിരുന്നു. ഒരു 5:30 രാത്രി കിടന്ന അല്ല ഞാനിവിടെ ഒരു ഷെഡിലാണ് കിടന്നുകൊണ്ടിരുന്നത് ഇവിടെ. അപ്പോൾ വീടിന്റെ പണി തീർന്നിട്ടില്ല? ഇല്ല, വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ സംഭവം ഇതിൻ്റെ അകത്താണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പം ഞാൻ സംഭവം എണീറ്റിരുന്നു. എണീറ്റിട്ട് മനസ്സിലായ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ അമ്മേനെ അച്ഛനെ രക്ഷിക്കാനുള്ളൊരു ഞാനിപ്പോൾ എങ്ങനെയാ ഞാൻ പറയപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആന പുറത്ത് നിൽക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ മുറ്റത്തെത്തി. മുറ്റത്ത് ഇത് ആനയുടെ കാൽപ്പാടാണ്. ഇതൊക്കെ ചവിട്ടിയാലേ. അപ്പം അന്നിങ്ങനെ ആനങ്ങനെ വന്നു. അന്നിവിടെ നിൽക്കുന്നുണ്ട്. ആന വന്നപ്പോൾ നല്ല ശാന്തമായ ഇതിലായിരുന്നു. ഞാൻ അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടി. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പുറത്തേക്ക് സൗണ്ടൊന്നും വരുന്നില്ല. മൊത്തം ഒരു വിറയലെന്ന രീതിയിലായിരുന്നു. അപ്പം അച്ഛനും അമ്മനെയും ഞാൻ ഒച്ച ഉണ്ടാക്കാത്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഷെഡാണല്ലോ. അപ്പം ആന ഇപ്പം എന്താ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അച്ഛനും ഇതിൻ്റെ അകത്തായിരുന്നു. അപ്പം ആന നമുക്ക് ആനയ്ക്ക് ചിലപ്പോൾ ഒച്ച കേട്ടിട്ട് ചിലപ്പോൾ ഓടി കയറുവാണെങ്കിൽ അമ്മ ഈ ഭാഗത്ത് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് ഓടി കയറുവാണെങ്കിൽ ചിലപ്പോൾ അമ്മേൻ്റെ ജീവൻ അപകടത്തിലാവും. ഞാൻ പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന രീതിയിൽ മിണ്ടാണ്ടെന്നാണ്. പക്ഷേ അച്ഛനെ മണം കിട്ടിയിട്ടെന്നായിരിക്കാം ആന പെട്ടെന്ന് ഷെഡ് പൊളിച്ച് അച്ഛനെ ആക്രമിച്ചു. ഇതിപ്പോ വരെ ഫോറസ്റ്റുകാർ കിട്ടിയതാണ്. ഇത് മൊത്തം പൊളിച്ചായിരുന്നു. ഇത് മൊത്തം പൊളിച്ചായിരുന്നു. സൈഡ് ഭാഗം മൊത്തം ഷീറ്റൊക്കെ പോയായിരുന്നു. ഇതിപ്പോ ഫോറസ്റ്റുകാർ എന്ത് ചെയ്തതാണ്. രണ്ടാമതാക്കി തന്നാണ്. പിന്നെ പറയാനുള്ളത് നമുക്കിപ്പോ വീടിന്റെ ഭയങ്കര അവസ്ഥയാണ് സത്യം പറഞ്ഞാല്. അത് ഞാൻ ചോദിക്കാം, ഈ വീടിന്റെ പണി എന്താ ഇങ്ങനെ കുറെ കാലം? സത്യം പറഞ്ഞാൽ ഈ വീട് കെട്ടിയിട്ട് കുറച്ചായി. നമ്മുടെ ഗവൺമെന്റിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ പണി ഇത്ര ആയി നിൽക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് കിഡ്നി ഫെയിലായത്. പിന്നെ നമ്മളെ കുടുംബത്തിൽ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് നമ്മൾ പെട്ടെന്ന് അതിലേക്ക് പോകുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പിന്നെ അത് ചെയ്തു. ഇതിവിടെ ഡ്രോപ്പായി. അങ്ങനെയാണ് ഇപ്പോൾ ഈ പണി ഇവിടെ എത്തിക്കുന്നത്. ഇപ്പോൾ ട്രൈബലിനോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ സഹായിക്കാമെന്ന് പറഞ്ഞു. എത്ര വർഷമായി വീട് പണി തുടങ്ങിയിട്ട്? വീട് പണിതൊരു 4 വർഷത്തോളമായി. കാരണം ഇതിങ്ങനെ ഇത് പൂർത്തിയാക്കുന്ന വെച്ചാൽ നമ്മുടെ അവർക്ക് തന്ന ഫണ്ട് തന്നിട്ടുണ്ട്. നമുക്കൊരു ഇത്ര ഫണ്ട് ഉണ്ടാവും. അപ്പോൾ ഫണ്ടിൽ നമ്മൾ അപ്പോൾ ഒരു ചെറിയ വീടായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങൾ കയ്യിൽ നിന്ന് കുറച്ച് ഇറക്കിയിട്ട് കുറച്ച് വിപുലീകരിച്ച്, കാരണം ഇനി നമുക്കൊരു വീട് ഒറ്റവട്ടം നമുക്കൊരു വീട് കെട്ടാൻ പറ്റും. ഞങ്ങൾ സാമ്പത്തികം വെച്ചിട്ട് ഒരു വട്ടം അപ്പോൾ കെട്ടുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം നമ്മൾ പകുതി ഫണ്ടൊക്കെ ഇറക്കി അവരെ കുറച്ച് തരും, നമ്മൾ കുറച്ച് എടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തിപ്പോൾ സംഭവം ഇത്ര ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ബാക്കി അവർ ഒരു രീതിയിൽ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ അവസ്ഥ കണ്ടിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു പിന്നെ ഇപ്പോൾ ഉള്ളൊരവസ്ഥ. പിന്നെ ഇപ്പോൾ മെയിനായിട്ട് വീടും പിന്നെ നമ്മളെ ഈ അമ്മേൻ്റെ ഒരു ചികിത്സേൻ്റെ കാര്യങ്ങൾ കൂടി റെഡി ആവുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഓക്കെ ആവും. കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പഠിക്കാൻ വരെ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക്. കാരണം ഈ ഒരു കാര്യങ്ങൾ പിന്നെ ചെയ്യാനാണെങ്കിലും ആലോചിച്ചിട്ടാണെങ്കിലും ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് പൊതുവെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ വേറെ എന്തെങ്കിലും സഹായമായിട്ട് ആരെങ്കിലും ഒക്കെ ചെയ്യാന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞോ? സഹായമായിട്ട് അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു ഇതിലല്ലായിരുന്നു. കാരണം നമ്മൾ ഈ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് അതൊക്കെ മറന്നു പോവുക. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയിൽ 3 ദിവസം നമുക്ക് പോകണം. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ഒന്നിനും ഒരു സമയമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ ഇവിടെ എത്തിപ്പെടുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇപ്പം അമ്മയ്ക്ക് നടക്കാൻ കഴിയില്ല. ഇപ്പം അമ്മേനെ ഞങ്ങൾ അപ്പുറത്തെ റോട്ടിലേക്ക് എടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ അല്ല ഇപ്പം ഞാൻ അച്ഛന് വയ്യ. ഇപ്പം ഞാനിങ്ങനെ കോരി പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഭയങ്കര പ്രയാസമാണ്. ഇപ്പം ആ വഴിയൊന്ന് റെഡി ആവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു ആശ്വാസമാവും. കാരണം വണ്ടി വിടാം. കാരണം നമുക്ക് കുറച്ച് ഏറ്റ് കൂലിൻ്റെ പ്രശ്നമുണ്ട്. കാരണം അവിടുന്ന് ഒരു 500 മീറ്ററോളം ദൂരം നമുക്ക് ഏറ്റി വരാനുണ്ട്. പക്ഷെ നമുക്ക് നല്ല വഴിയല്ല. അപ്പോൾ അതങ്ങനെ തുടരാനും പറ്റുമല്ലോ അല്ലേ? ഇങ്ങനെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടല്ലേ എന്തായാലും ഒരു ആവശ്യം എപ്പോഴും ഇങ്ങനെ എടുത്തോണ്ട് ഓടാൻ പറ്റും. മഴയത്തൊക്കെ തെന്നി പോകില്ല. അന്നൂരോട്ട് അമ്മയ്ക്ക് സോഡിയം കുറഞ്ഞിട്ട് അമ്മേൻ്റെ ബോധം പോയി. ഞങ്ങളെ ഇറങ്ങാനുള്ളൊരു താഴെ കുന്ന് ഞങ്ങൾ അമ്മേനെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. കാരണം അമ്മയ്ക്ക് ഈ ബോധം പോകുകയാണെങ്കിൽ പൊതുവെ എല്ലാവർക്കും വെയിറ്റ് കൂടുക ചെയ്യും. വഴി എന്തെങ്കിലും ആക്കാൻ എന്താ നിങ്ങൾക്ക് തടസ്സം? എന്താ വഴി ഇപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ പിന്നെ ഗവൺമെന്റിന്റെ ഒരു പിന്നെ ഭൂമിയാണ് മൊത്തം. ഇത് മൊത്തം ഗവൺമെന്റ് ഭൂമിയല്ലേ? ഇതിപ്പോൾ നമ്മുടെ ആദിവാസികൾക്ക് കൊടുത്തതാണ്. അവർക്ക് പിന്നെ കൃഷി ജീവിക്കുന്ന രീതിയിൽ കൊടുത്ത ഭൂമിയാണ്. അപ്പോൾ നമ്മുടെ അയൽവാസികൾ നമുക്ക് പിന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അവരോട് ഞങ്ങളെ സ്ഥലം നിങ്ങൾ എത്ര സ്ഥലം പോകുന്നു അത്ര ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരതിനോട് അനുകൂലിക്കാണ്ട് അവർ തരില്ല എന്നൊരു വാശി തന്നെ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. ഒരു വീടില്ലാത്ത ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ഇപ്പോൾ മഴക്കാലമായാൽ തന്നെ പിന്നെ ഒരു ചെറിയ കാറ്റടിക്കുമ്പോൾ തന്നെ കറണ്ട് പോവുകയാണ്. കാരണം നമ്മുടെ ഈ പോസ്റ്റുള്ള സമീപത്തൊക്കെ ഒരുപാട് മരങ്ങളുണ്ട്. ഒരു കാൽപ്പാട് ഇതാ അത്ര ദൂരം ഒരു കാൽപ്പാട്. അപ്പോൾ എത്ര വലിയ ആന നോക്കുക, ഇവിടം വരെ കാൽപ്പാട്. ഇപ്പോൾ ഒരു ആനൻ്റെ സൈസ് എത്ര ആയിരിക്കും നോക്കി? വലിയ ആന എന്ന് പറഞ്ഞാൽ മതിയോ? കണ്ടില്ല, നേരിട്ട് കണ്ടില്ല ആനനെ? ഞാൻ കണ്ടു. ഞാനിത് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇതിൻ്റെ ഞാൻ അവിടുന്ന് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ ആന അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ആന നോക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് പേടിച്ചിട്ട് ഇങ്ങോട്ട് കയറിക്കില്ല, അങ്ങോട്ട് ഓടിക്കോ. ഇവിടെ എങ്ങനെ ആയിരുന്നെങ്കിലേ സത്യത ആന ഇതിലേ വന്നു. ആന ഇവിടം വരെ എത്തിയില്ല. എന്നിട്ട് താഴേക്ക് ഇറങ്ങിയോ? അല്ല, ആന ഇവിടുന്നോട് കയറി വന്ന വഴിയാണിത്. ഇതിലിങ്ങനെ വന്നേ? ഇവിടെ ഇങ്ങനെ വന്നു. അവിടെ ഞാൻ അച്ഛനെ ഓടിച്ച പാടുകളൊക്കെ സാറിന് എടുത്തിരുന്നോ? അതെ എടുത്തായിരുന്നു. അപ്പം ഇങ്ങനെ വന്നു. മാങ്ങ തിന്നാൻ വന്നായിരിക്കും അല്ലേ? മാങ്ങ തിന്നാൻ വന്നായിരിക്കും. എന്താണേലും അല്ലേ, എന്ത് തിന്നാൻ വന്നാണേലും. അതെ, നമ്മളെ സത്യം പറഞ്ഞാൽ ഇത് എന്താ പറയുക, ഇത് അന്ന് ആരും അറിയിച്ചിട്ടൊന്നുമില്ലായിരുന്നു ഈ കാര്യങ്ങളൊന്നും. അന്നോ? ആ ദിവസം ഈ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ആന വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇത് തരണം എന്ന് വെച്ചാൽ എന്താ ഒരു അറിയിപ്പ് തരണ്ടേ. ആരിങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ പ്രദേശവാസികൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ളതൊന്നും തന്നിട്ടില്ല ആ ദിവസം. ഞങ്ങൾ എന്താ പറയുക, വളരെ ഒരു അവസ്ഥ. അന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരും. അന്ന് പൊതുവെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ആരെ ഫോണിലും ചാർജും ഇല്ല അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ ആനനെ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ പൊതുവെ ഈ സുഗന്ധഗിരി പ്രദേശത്തൊക്കെ ആന ഇറങ്ങുന്നതാണ്. പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ് അന്ന് വന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല വലിയ ആനയാണ്, അത്യാവശ്യം നല്ല വലിയ. അന്ന് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് വെച്ചിട്ട് പിന്നെ 3 ആനയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഞാനന്ന് എൻ്റെ പിന്നെ ഇതിൽ ഞാൻ കണ്ണുകൊണ്ട് കാണുന്നത് ഒറ്റ ആനയാണ്. പിന്നെ നമുക്ക് കൊമ്പുള്ള, പിന്നെ നമുക്ക് നോക്കാൻ അതിന്റെ പിന്നെ നമുക്ക് അതിന് നോക്കാനുള്ള സമയം കിട്ടിയില്ല. അത് പക്ഷെ നമുക്ക് അത്യാവശ്യം വലിയ കൊമ്പ. കാരണം നമ്മുടെ പിന്നെ കാൽപ്പാട് കണ്ടാറ്. കാരണം ഇവിടുന്ന് അത്രയും ദൂരം വെക്കണമെങ്കിൽ തന്നെ ഏകദേശം വലിയൊരു ആനക്കേ പറ്റുള്ളൂ. കാരണം ചെറിയ കൊമ്പുണ്ട് എന്താണെങ്കിലും, അത് ഞാൻ കണ്ടതാണ്. പിന്നെ നമ്മൾ അച്ഛൻ പറഞ്ഞത് കൊമ്പില്ലാത്ത സംഭവം ആ ഒരു ഇൻസിഡന്റിൽ ചിലപ്പോൾ എല്ലാതും പോയിട്ടുണ്ടാവും. നമുക്ക് അന്ന് പറയണം. എന്നിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ വേറെ എന്തൊക്കെയോ പറയാ എന്ന് വെച്ചാൽ ആ ഒരു പേടിന്റെ മനസ്സിൽ മൂപ്പര് തന്നെ പറഞ്ഞു ഞാൻ മരിച്ചു പോയെന്ന രീതിയിൽ അച്ഛൻ തന്നെ സംസാരിക്കണ്ടായി. പിന്നെ ഞാൻ
അധികം ചോദിക്കാൻ തന്നില്ല. പിന്നെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോ. പിന്നെ മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസറും പറഞ്ഞു ഒരു കൊമ്പുള്ള ആനയാണ് എന്ന രീതിയിൽ. ഒരു കൊമ്പുള്ളതും പിന്നെ പിടിയാനയുണ്ട്. പിടിയാന അവര് പറയുന്നത് പിന്നെ 3 ആന എന്നാണ് പറയുന്നത്. എന്നാ ഞാനങ്ങനെ തന്നെ കേട്ടെ, ഒരു കൊമ്പുള്ളതും ഒരു പിടിയാനയും പിന്നെ ഒരു ചെറുതും. അപ്പോൾ ഞാൻ കണ്ടത് കൊമ്പുള്ളതാണെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പലരോടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആന വന്നത് വന്നു, പോയത് പോയി. നമ്മളെന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് ജീവൻ തിരിച്ചു കിട്ടി. അതെ. അല്ല, ഒട്ടുമിക്ക ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ നമ്മളെ പിന്നെ ഇവിടെ മാത്രമല്ല, ഇപ്പോൾ എനിക്ക് ഈ ഒരു പ്രശ്നം വന്നത് കൊണ്ടാണ് ഇത്ര എന്താ പറയുക ഇങ്ങനെ ഇപ്പോൾ പിന്നെ സാറ് വന്നതും മറ്റു കാര്യങ്ങൾ സംഭവിക്കുന്നതൊക്കെ. പക്ഷെ ഇതുപോലെ തന്നെ അമ്പ പിന്നെ സുഗന്ധഗിരി ഭാഗങ്ങൾ കുറേ ഉണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു അവസ്ഥ എപ്പോഴും ഉണ്ട്. അവസ്ഥ കാരണം അന്ന് ഈ ആന വന്നിട്ട് ഇവിടെ തകർത്ത ആ സെയിം ദിവസം തന്നെ അവിടെയും ഒരു ഷെഡ് തകർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ജീവൻ സത്യം പറഞ്ഞാൽ അപകടം തന്നെയാണ് ഈ പിന്നെ വന്യജീവി ആക്രമണം. അപ്പം അന്ന് നമ്മൾ ഉണ്ടായിട്ട് ഇവിടെ ആന ചവിട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ കയറാൻ ശ്രമിച്ചത്. അങ്ങനെ അത് പൊളിഞ്ഞാലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കയറണം. അപ്പം അന്ന് ഇത്രയ്ക്ക് ഇതില്ലായിരുന്നു. ഇതിപ്പോൾ മഴ പെയ്തിട്ട് ഇതായതാണ്. പിന്നെ ഇതൊക്കെ ഇതായതാണ്. അങ്ങനെ വന്നു. പിന്നെ ഇവിടെ അച്ഛന് ചവിട്ടി കിട്ടിയിട്ടില്ല ഭാഗ്യത്തിന്. അവിടെ കാലിന്റെ പാടാണ്. പിന്നെ ഒരു പ്ലാസ്റ്റിക് ആനന്റെ മേലായത് കൊണ്ടാ തോന്നുന്നു എനിക്ക് കാര്യത്തിനും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു മരം ഉള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് തിരിയാനോ ഇതാക്കൊന്നും പറ്റിയില്ല. ഇത് ആന ചവിട്ടിയാണ്. പാടില്ല. ഇവിടെ നിന്നിട്ട് ഉരുട്ടിക്കൊണ്ടോ ഇല്ലേ? അത്യാവശ്യം അത്രയ്ക്ക് ഒരു ഇതുള്ളതാണ്. പിന്നെ അച്ഛൻ എന്തിനാ ഓടിയെന്ന് നമുക്ക് അറിയില്ല. കാരണം മൂപ്പർക്ക് അപ്പം എന്ത് തോന്നിയെന്ന് അറിയില്ല. ഇത് ഇവിടെ ഉണ്ട്. മൂപ്പർക്ക് അപ്പം എന്ത് തോന്നിയെന്ന് അറിയില്ല. പെട്ടെന്ന് മൂപ്പര് ഇവിടുന്ന് ഓടിയപ്പോ ഇവിടുന്ന് ഒരു തിണ്ടായത് കൊണ്ട് തന്നെ അടിച്ച് വീഴാ ചെയ്ത്. മൂപ്പര് അങ്ങോട്ട് താഴേക്ക് ആ പാടാണ്. അപ്പൊ ആന നല്ല പട്ടിയൊക്കെയാണെങ്കിൽ നമുക്ക് എറിഞ്ഞു പൊട്ടിക്കാം. ഒരു ആന വന്നിട്ട് ആക്രമിച്ചിട്ട് പോകുമ്പോ നമ്മളെന്താ വിചാരിക്കുക, മരിച്ചെന്നല്ല. കാരണം ഫസ്റ്റ് ഒരു സൗണ്ട് കേട്ടു, എന്തോ ഒരു ഒച്ച മോനെ ആന എന്ന രീതിയിൽ അച്ഛൻ പറഞ്ഞു. പിന്നെ അച്ഛന്റെ സൗണ്ടും ഇല്ല, ആനയുടെ സൗണ്ടും ഇല്ല. നമ്മളിപ്പോ ഞാൻ എന്നിട്ട് അമ്മേനെ ഞാൻ എങ്ങനെ രക്ഷിച്ചു ഷെഡിന്ന്. അച്ഛനെ പിന്നെ എനിക്ക് നോക്കാൻ വരെ ഒരു പേടിയായിരുന്നു. ഏത് അവസ്ഥയിലാണുള്ളത് എനിക്ക് അറിയില്ലല്ലോ. ചിലപ്പോ ചോരയെ കുളിച്ചിട്ടാണോ അല്ലെങ്കിൽ ചവിട്ടിയിട്ട് വേറെ ഇതിലാണോ എന്ന് നമുക്കറിയില്ലല്ലോ. രാത്രി ആരെയൊക്കെ വിളിക്കാൻ നോക്കിയോ? അല്ല, അന്നിപ്പോ ഞാനിവിടുത്തെ പ്രൊമോട്ടറുണ്ട്, ഒരു പിന്നെ ഷാമിലി എന്ന് പറഞ്ഞിട്ട്. ആ ചേച്ചി അത്യാവശ്യം നല്ല ഒരു പ്രൊമോട്ടർ തോന്നുന്നു. കാരണം പെട്ടെന്ന് വിളിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്തു. പിന്നെ മറ്റ് ഫോറസ്റ്റുകാരൊക്കെ വിളിച്ചു. പിന്നെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ വിളിച്ചു. അങ്ങനെ വന്നു. ഞാൻ ആദ്യം വിളിച്ച പ്രൊമോട്ടറാണ്. നമുക്കിപ്പോ അന്ന് എനിക്ക് പറയാൻ സൗണ്ട് ഇല്ലായിരുന്നു. കാരണം ഈ ഒരു സൗണ്ടൊന്നും അന്നില്ല. നമുക്കൊരു മുമ്പിലൊരു അപകടം വരുമ്പോൾ, പ്രത്യേകിച്ച് ആനയൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും പറയാൻ കിട്ടൂല. വയൽ വെള്ളം ഉണ്ടാവില്ല, ഒരവസ്ഥയിലായിരുന്നു. ഒരു ദൈവത്തിന്റെ ഭയം കൊണ്ടായിരിക്കാം ആനേന്റെ ഒരു ആക്രമണത്തിന് അച്ഛൻ രക്ഷപ്പെടാൻ പറ്റിയത്. ചിലപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അനാദ്യം ഇന്നേനെ താഴെ വരെ കൊണ്ടുപോയി. താഴെ വരെ കൊണ്ടുപോയി. തമ്പിച്ചേട്ടാ, ഞങ്ങളുടെ പോയത് ആശുപത്രി പോയതാണ്. ആശുപത്രി പോയി. ഞാനത് വീട്ടിലൊക്കെ പോയായിരുന്നു. ചേട്ടനെ ഒന്നോടെ കാണാൻ വേണ്ടി വന്ന. അപ്പൊ ഞാനന്ന് വീഡിയോ എടുത്തിട്ട് പോയില്ലേ, ഇപ്പൊ ഒരാഴ്ചയായില്ലേ? അന്നപ്പോ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയിട്ട് അത് കുറെ ആളുകൾ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാ ആളുകളും ചേട്ടൻ പറഞ്ഞ കാര്യങ്ങള് എല്ലാ ആളുകൾക്കും ഭയങ്കരമായിട്ട് തട്ടി. അപ്പൊ ഒത്തിരി ആളുകൾ ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട് ചേട്ടൻ്റെ. അപ്പോൾ ചേട്ടൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നേരിട്ട് ഒന്നുകൂടെ പോയി എടുത്തു. വീടിൻ്റെ കാര്യവും ഇപ്പോൾ മകനാണേലും അമ്മയുടെ ഡയാലിസിസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ എനിക്കൊന്ന് തരണം. അപ്പോൾ ഞാനത് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട്, അസുഖം കുറഞ്ഞോ? അസുഖം ഒരു കുറവില്ല, നിങ്ങൾ കണ്ടതല്ലേ. ഇതാ ഇങ്ങനെ കളിക്കുന്നത്, നാളെ നേരം വെളുക്കുമ്പോൾ പോകുന്നു ഡയാലിസിസിനല്ലേ? ഡയാലിസിസ്. ചേട്ടൻ്റെയോ അന്നത്തെ ആന ഇതാക്കിയത് എൻ്റെ ഈ ഇവിടെ ഒരു വേദന, നടുവിന് ഇപ്പോഴും വേദന, പിന്നെ കാലും കൈൻ്റെ വേദന എന്തോ മാറുന്നില്ല, ശരീരടക്കി വേദനയാവും അല്ലേ, എന്തോന്നും അറിയില്ല. അന്ന് ഒത്തിരി ആളുകൾ എല്ലാവരും പറഞ്ഞു തന്നെയാണ് ചേട്ടന് ഭയങ്കര ഒരു ഭാഗ്യമുള്ള മനുഷ്യനാണ്. അത് രക്ഷപ്പെട്ടത് ഒരു വല്ലാത്ത ഒരു രക്ഷപ്പെടൽ തന്നെയാണ്.
ഒരു ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒത്തിരി ആളുകൾ ചേട്ടനെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ എനിക്കൊന്ന് തന്നാൽ മതി, എൻ്റെ അത് ഇട്ടേക്കാം. പിന്നെ ചേച്ചിക്ക് അപ്പോൾ എങ്ങനെ ആഴ്ചയ്ക്ക് ഒന്നാണോ ഡയാലിസിസിന് കൊണ്ടുപോകുന്നത്? അല്ല, ആഴ്ചക്ക് 3 പ്രാവശ്യം കൊണ്ടുണ്ടല്ലേ. അതിനുള്ള പൈസ ആണെങ്കിൽ ഇപ്പം എവിടുന്നാ ഇപ്പം ആരാ എങ്ങനെയാ ചേട്ടന് ഈ പൈസ എല്ലാം? പൈസ ഇപ്പോൾ ട്രൈബൽ കുറച്ച് പൈസ തരും. ആരാ തരില്ല? ഈ ഓഫീസിൽ ഞങ്ങൾക്കൊരു ഫണ്ടുണ്ട്, അതിൽ നിന്ന് വണ്ടി അങ്ങോട്ട് വിട്ടുതരും അവര്. വിട്ടുതരൽ തന്നെ ആ പൈസ ഒന്നും ഇതുവരെ കിട്ടിയില്ല. ചിലപ്പം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. 10-50,000 റുപ്യയായി. ആര് കൊടുക്കാനാ? അതൊന്നും കിട്ടാനും പോകുന്നില്ല. ആ പേര് മാത്രമേ. ഓരോ പ്രാവശ്യം ഇങ്ങനെ പോകാനുള്ള പൈസ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നത്? എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്നത് എടുത്തിട്ട് അയാൾക്ക് ഞാൻ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കും. 3,000 റുപ്യ കൊടുക്കണം ഒരു ദിവസം. ചേട്ടൻ അപ്പം എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? ഒരു ജോലിക്കും പോകാൻ കഴിയുന്നില്ല. ഇതിനിട്ടിട്ട് പോകാൻ കഴിയുന്നുണ്ട്. എന്ത് ചെയ്യും? വലിയ കഷ്ടപ്പാടെന്ന് വെച്ചാൽ കഷ്ടപ്പാടിൽ തന്നെ നിങ്ങൾ കണ്ടതാണല്ലോ. തീർച്ചയായിട്ടും നേരില്. ഒരു പക്ഷേ ചേട്ടനെ കഷ്ടപ്പാട് കണ്ടിട്ടായിരിക്കും ആന ഇട്ടിട്ട് പോയെ. അല്ല, അത് സത്യം. ഒന്ന് കിടക്കാനൊരിടമില്ല. ഇത് ചെയ്തു കൊടുക്കുന്നത് ഭയങ്കര സങ്കടം തന്നെ. എന്ന് വെച്ചാൽ നമുക്ക് ആ വീട് പണിയൊക്കെ ഒന്ന് പൂർത്തിയാക്കണ്ടേ? ആക്കണം എങ്ങനെയെങ്കിലും. കയറി കിടക്കാനല്ലേ, അതാണ് കയറി കിടക്കാൻ. പിന്നെ ഒരു ഇങ്ങനെ അടച്ചുറപ്പില്ലാത്തൊരു സ്ഥലത്ത് എങ്ങനെയല്ലേ കിടക്കാൻ പറ്റില്ല. അപ്പോൾ മരുമോൻ വന്നിട്ട് പോയത് കണ്ടോ? അതെ. പേരക്കുട്ടീനെയും കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പോയത്. കാരണം ഇവിടെ കിടക്കാനൊരു മാർഗമില്ല. വന്നാൽ കിടക്കാൻ സ്ഥലമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല. അഥവാ രാത്രി കാന വന്നാൽ പിന്നെ ഇതേ അവസ്ഥ തന്നെ. അവസ്ഥയിൽ തന്നെ ഗതികെട്ട അവസ്ഥയാണ്. എന്തായാലും ഇങ്ങനൊരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈശ്വരനോട്. പിന്നെ ചേച്ചിയുടെ ഈ ചികിത്സയ്ക്കായിട്ടും അല്ലേ നല്ലൊരു പൈസ അമ്മ അതിന് കണ്ടമാനം ഉള്ള ചില്ലറ ഒക്കെ ചിലവായി പോയി. ഇനിയിപ്പോൾ തെണ്ടുക എന്നല്ലാതെ കൈനീട്ടുക എന്നല്ലാതെ വേറൊരു വഴിയില്ല. ആരെടുത്തെങ്കിലുമൊക്കെ പിന്നെ ഒരു വഴിയും കാണുന്നില്ല, മുമ്പിലൊരു വഴിയും കാണുന്നില്ല. അതാ സ്ഥിതി. അങ്ങനെയുള്ള വഴികളൊക്കെ ഓരോരുത്തരൊക്കെ വരും. ഓരോരുത്തർ വഴി ഇങ്ങനെ വരും. വഴിയൊക്കെ പേടിക്കണ്ട കേട്ടോ. ആരെങ്കിലുമൊക്കെ സഹായിക്കും. എനിക്ക് എന്തായാലും അക്കൗണ്ട് നമ്പറും തരണം, ഞാൻ ഇതിൻ്റെ അകത്തിട്ടേക്കാം കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ ഓക്കെ തരാം. അതായത് അസുഖമൊക്കെ ഭേദമാകട്ടെ പെട്ടെന്ന്. എന്നാൽ ശരി കേട്ടോ, പോയിക്കോ. നടക്കാനൊരു വഴി പോലും ഇല്ല കേട്ടോ. ഇതാണ് അവസ്ഥ. ഇപ്പം നമ്മൾ ആ ചേട്ടൻ സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടു. ആ ചേട്ടൻ്റെ മോൻ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മളേതായാലും അവരുടെ വീട് കണ്ടു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും ആ ഒരു എപ്പിസോഡ് കാണാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എപ്പിസോഡ് ഒന്ന് കാണുക കേട്ടോ. കാരണം ആ ഒരു എപ്പിസോഡ് കാണാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ അകത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടാണ് ഒത്തിരി ആളുകൾ നമ്മളോട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചതും. അപ്പോൾ ഏതായാലും അവരുടെ വീടിൻ്റെ ഒരു അവസ്ഥയും അദ്ദേഹത്തിൻ്റെ ആ ഒരു വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. ഡയാലിസിസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. വീട്ടുപണി തീർന്നിട്ടില്ല, കയറി കിടക്കാൻ അവർക്കൊരു ഇടമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആന ഇങ്ങനെ വീടൊക്കെ ഷെഡൊക്കെ പൊളിച്ച് വീടിൻ്റെ ഉള്ളിൽ വരെ കയറി അദ്ദേഹത്തെ വലിച്ചെടുത്ത് പുറത്തേക്ക് ഇടുന്ന ഒരു സാഹചര്യവും. ആ മോനാണെങ്കിലും പറയുമ്പോൾ തന്നെ അവന് വലിയ പ്രയാസവും കാര്യങ്ങളൊക്കെയാണ്. അവൻ സംസാരിക്കുമ്പോൾ തന്നെ അവന് ഒരു കൺട്രോളൊക്കെ പോകുന്ന രീതിയിലാണ്. അവൻ ഭയങ്കര ദുഃഖത്തിൽ തന്നെയാണ് അവൻ. അതുകൊണ്ടാണ് അവൻ മാസ്ക് ഇട്ടത്, മുഖം കാണിക്കാനൊരു മടിയുള്ളതുകൊണ്ട്. നമുക്ക് ഏതായാലും അത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. കാരണം സ്വന്തം അച്ഛനെ ഇങ്ങനെ കാട്ടാനെ വലിച്ചടിച്ച് കൊണ്ടുപോയപ്പോൾ അവൻ തന്നെ എൻ്റെ അടുത്ത് ഈ ക്യാമറ ഓഫ് ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്തോടെ പറയാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ മരിച്ചു പോയി എന്ന് തന്നെ വിചാരിച്ചു, സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് അവനെ ഉറപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിഷമമാണ്. അപ്പോൾ ഏതായാലും അതിൽ നിന്നൊക്കെ ആൾ രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. ഏതായാലും അന്നത്തെ വീഡിയോ കണ്ട ഒത്തിരി ആളുകൾ നമ്മളോട് അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും അക്കൗണ്ട് നമ്പർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നല്ല മനസ്സുള്ള ആളുകൾ തീർച്ചയായിട്ടും സഹായിക്കട്ടെ. ഞാൻ അങ്ങനത്തെ ജെന്യൂൻ ആയിട്ടുള്ള അത്ര അത്യാവശ്യം അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ളവരുടെ നമ്പർ മാത്രമേ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ പല തവണകളായിട്ട് കാണിച്ചുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഒരു 5ാമത്തെ ആളുടെ അക്കൗണ്ട് നമ്പർ ആയിരിക്കും ഞാൻ ഇത്രയും ഒരു 1.5 വർഷത്തിനിടയ്ക്ക് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു മനസ്സുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അന്ന് കമൻ്റ് ഇട്ട ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കാൻ ഒരു മടിയും കാണിക്കരുത്.
കാരണം അത്ര ഒരു അത്യാവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് അവർ നിൽക്കുന്നത്. നമ്മുടെ കൺമുന്നിൽ വരുന്നവരെ സഹായിക്കുക എന്നുള്ളത്, നമുക്ക് ലോകത്തിലുള്ള എല്ലാവരെയും സഹായിക്കാനൊന്നും പറ്റിയല്ല, എല്ലാം ലോകം മൊത്തം നന്നാക്കാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ വരുന്ന ആളുകൾക്ക് നമ്മളാൽ പറ്റുന്ന ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാനും എന്നാൽ പറ്റുന്ന ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു തുക, എത്ര ചെറിയ ഒരു എമൗണ്ട് ആണെങ്കിലും നിങ്ങൾ അതിൻ്റെ അകത്ത് അവർക്ക് അത് കൊടുക്കാൻ മടിക്കരുത്. അത് അവരുടെ ഒരു നേരത്തെ ഡയാലിസിസിന് എങ്കിലും വക ഉണ്ടാവുകയാണെങ്കിൽ അത് ആകട്ടെ. കാരണം ഒരു പ്രാവശ്യം ഡയാലിസിസിന് തന്നെ 3000 രൂപ ചിലവുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ. ഒരാഴ്ച 3 പ്രാവശ്യമാണ്, 9000 രൂപ ഒരാഴ്ച ചിലവുണ്ട്. ഓരോരുത്തർ സഹായിക്കുന്നതുകൊണ്ടാണ് അവരിപ്പോൾ ജീവിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാവുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.